എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ. വിശേഷമെന്ന് പറയാനായിട്ട് അത്രയും നല്ല വിശേഷങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് സന്തോഷകരമായിട്ടുള്ളൊരു വിശേഷവും കൂടിയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ചാനലിനെ മാത്രമല്ല, ഒട്ടുമിക്ക ചാനലുകളെയും തെറി വിളിക്കുന്ന അല്ലെങ്കിൽ തെറി കമൻറ്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, കുറേയേറെ ആളുകളുണ്ട്. അതിൽ ഒരു വ്യക്തിയെ ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആരാണെന്ന് വെച്ചാൽ ഈ ഒരു വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകാർ. അവർ പറയുന്നത് അവരെ ഏതാണ്ട് 2 വർഷത്തോളം ഇതുപോലെ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേണ്ടാദിനങ്ങൾ എഴുതി വിടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി. അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഇവർ. പിന്നെ നമ്മുടെ സീതത്തോട് ദീപ്തി എന്ന് പറയുന്ന നമ്മുടെ ആദിവാസികൾക്കൊക്കെ ഒരുപാട് സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ ചാനലിൽ ചെന്നിട്ടും അവരെ പറയാൻ പാടില്ലാത്ത, പുറത്ത് പറയാനേ അറയ്ക്കുന്ന തരത്തിലുള്ള വൃത്തികേടുകൾ, തെറിയെന്നല്ല പറയേണ്ടത്, വൃത്തികേടുകൾ അതുവരെ കമൻ്റായിട്ട് എഴുതിയിട്ട ഒരു ലേഡിയാണ് ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ റാണിയക്ക എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഭയങ്കര ഹൈ ലെവൽ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ചാനലുകാർ. പിന്നീട് അവരെന്ത് ചെയ്തെന്നോ, ഇവരെ തേടി അങ്ങ് ഇറങ്ങി. എന്തായാലും ഇപ്പോൾ അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതുപോലെ കമൻ്റൊക്കെ ഇടുന്നവർക്കെതിരെ നമ്മൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കണ്ടു കിട്ടാനൊക്കെ ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോകും. അല്ലെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ കാര്യങ്ങളൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളാരും ഹണി റോസൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കാര്യം തീരുമാനിച്ചു, ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ വീട് തിരക്കി പിടിച്ച് അവിടേക്ക് ചെല്ലാമെന്ന്. അങ്ങനെ അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ തേടി. അങ്ങനെ എന്തൊക്കെ പറയാനും ഇനി അതിനെ പറ്റിയിട്ട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അതേക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്നാലും ഇതിൽ ചില പൊരുത്തക്കേടുകൾ പറയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇതേക്കുറിച്ച് തന്നെ പറയുന്നത്. അങ്ങനെ അവരുടെ വീട് തേടിപ്പോയി. അപ്പോൾ അതുവരെ അവരുടെ ഭാഗം ക്ലിയറാണ് കേട്ടോ. അവർ നേരെ ഇവരുടെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് അവരുടെ വീട് തേടിപ്പോയി, വീട് കണ്ടുപിടിക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്നു. അവർ വീട്ടിൽ ചെന്നതിന് ശേഷം വാതിൽ കൊട്ടി വിളിക്കുന്ന സമയത്തിന് ഒരു കുട്ടിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. കുട്ടി വന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, ഇതാണോ വീട്, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ പറയുന്ന സ്ത്രീയുടെ വീട് അത് തന്നെയാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടിയോട് അമ്മ എവിടെ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ അടുത്തൊരു പലചരക്ക് കടയിൽ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ കുട്ടി പറയുന്നു. അപ്പോൾ അതെവിടെയാണ് എന്ന് ചോദിക്കുന്നു. ആ ലൊക്കേഷനൊക്കെ കുട്ടി ഇതുപോലെ ഇവർക്ക് ഈ ഒരു ചാനലുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചാനലുകാർ എവിടെ പോകുന്നത് എന്ന് വെച്ചാൽ അവർ ഹസ്ബൻഡും വൈഫും പിന്നെ ഒരു കുട്ടിയും കൂടി കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന റാണിയുടെ കുട്ടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ നിൽക്കുന്ന കട ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നു, ഇവരിത് മനസ്സിലാക്കുന്നു. ഇത്രയും ഭാഗം ഇവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് തെറ്റൊന്നുമില്ല പറയാനായിട്ട്. കാര്യം ഒരാൾ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരെ തേടി അവർ പോയി അവരുടെ വീട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അമ്മയാണ് അവർക്ക് കാണേണ്ടത്. അപ്പോൾ അമ്മ നിൽക്കുന്ന സ്ഥലം ചോദിക്കുന്നു, കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും ഭാഗം ശരിയാണ് എന്ന് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ, പിന്നീട് അവർക്ക് അവിടെ നിന്ന് പോവാമായിരുന്നു. പിന്നീട് അവർ ചെയ്ത കാര്യങ്ങളൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ ശരിയായിട്ട് തോന്നിയില്ല. കാര്യം ഇത്രയും ഭാഗം വരെ വളരെ ക്ലിയർ ആയിരുന്നു. കുട്ടിയോട് ചോദിച്ചു, കുട്ടി പറഞ്ഞു കൊടുത്തു, അമ്മ നിൽക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുത്തു. ഇത്രയും ഭാഗം കഴിയുമ്പോൾ ഇവരവിടെ നിന്ന് പോവേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വളരെ സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ ആ ഒരു ചാനലിലെ ആ ഒരു ലേഡി, എനിക്ക് അവരുടെ പേരറിയില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ അവരുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ല, അല്ലാതെയും കാണുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യൂട്യൂബേഴ്സിനെ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. എന്നാൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബറാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ ലേഡി അവരാണ് അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ വെച്ചിട്ട്
ഈ കുട്ടിയോട് വളരെ കാര്യമായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ വാത്സല്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നതൊക്കെ. എന്നാൽ ഇവരുടെ ഹസ്ബൻഡ് പിന്നാലെയാണ് ചെല്ലുന്നത്. ആ മറ്റേ കൊച്ചുകുട്ടി വെച്ചിട്ട് പിന്നാലെയാണ് ചെല്ലുന്നത്. പിന്നാലെ ചെന്നിട്ട് പിന്നീടാണ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ആ കുട്ടിയോട് പിന്നെയാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആ ലേഡി തന്നെയാണ്. സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പോരുകയല്ല ചെയ്തത്. അവിടെ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ വീട്ടിൽ മുതിർന്നവരില്ലാത്ത സ്ഥിതിക്ക് വീടിൻ്റെ പടിയിൽ പോലും ചവിട്ടുന്നത് ശരിയായ കാര്യമല്ല. വീട് പടി കടന്ന് അകത്തേക്ക് ചെല്ലുന്നത് വീട്ടിൽ മുതിർന്നവരാരും ഇല്ലാത്തപ്പോൾ. വീടിനുള്ളിലുള്ളത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. അവിടെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിരുന്നില്ല, പക്ഷെ ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇവർ അകത്തേക്ക് കയറി ചെന്നതും അവിടെ ഇവർ അവിടെ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ, എന്നാൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അവർ ആ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അവർ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, പരാക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് നാളൊരു സമയം റാണി കൊണ്ടുവന്ന് എന്തെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്നും അവിടെ ഒന്നും നടന്നില്ല എന്നുള്ളതിന് ഇവർക്കൊരു തെളിവായിട്ടും ഈ വീഡിയോ അവർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇവർക്കൊരു കണ്ടൻറ്റും ആക്കാം. അപ്പോൾ ഇത് രണ്ടുദ്ദേശവും അതവിടെ ഈ രണ്ട് കാര്യങ്ങളെ വെച്ച് നോക്കിയാലും അത് ക്ലിയറാണ്. അതായത് നാളൊരു സമയം ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് റാണി കള്ളക്കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് തെളിവ് വേണ്ടേ? അപ്പോൾ ഇവർ അവിടെ ചെന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ഉദ്ദേശവും പിന്നീട് ഇവർക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതും കണക്കാക്കിയിട്ടാവണം ഇവർ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഇതുപോലെ കമൻ്റ് ഇടുന്ന മറ്റ് പലർക്കും ഇതൊരു താക്കീതുമാകട്ടെ എന്ന് ഇവർ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ഇവർ അവിടെ അപ്പോൾ ഈ കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നു, ഇതൊക്കെ വീഡിയോയിലാക്കുന്നു. പക്ഷേ ഇത് ഇത്രയും കാര്യങ്ങളിലും ഏറ്റവും വലിയൊരു തെറ്റ് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയെ കൊണ്ടിട്ട് ആ വീട്ടിലുള്ളിൽ എന്തോ ഒരു ഡോക്യുമെൻറ്റ്സ്, അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോട്ടോ ഇവരുടെ മൊബൈലിൽ വെച്ചിട്ട്, അത് ആ ലേഡിയാണ് എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നു. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മുതിർന്നവരാരുമില്ല, പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവരെ കൊണ്ട് വീട്ടിനുള്ളിലെ ഡോക്യുമെൻറ്റ്സ് അത് എന്ത് തന്നെയാണെങ്കിലും, അതൊരു മൊബൈൽ ഫോൺ അതിൻ്റെ നമ്പറാണെങ്കിൽ പോലും അത് മേടിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വേണേലും ചോദിക്കാം, മോനെ നിൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ മോളെ നിൻ്റെ അമ്മയുടെ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് വേണേൽ ഒരു കടലാസിലിങ് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ അതിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ഡോക്യുമെൻറ്റ്സ് പോലെയാണ് നമ്മൾ കണ്ടപ്പോഴും നമുക്കത് ഫീൽ ചെയ്തത്. അതെടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 പേജ് ഇങ്ങനെ മറിച്ചിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് ലേഡി അതിൻ്റെയൊക്കെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതേക്കുറിച്ചിട്ട് അവരുടെ ചാനലിൽ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അത് ഇതിൻ്റെ ഫോൺ നമ്പറായിരുന്നു, കുറച്ച് ഫോൺ നമ്പറുകളായിരുന്നു. ആ ഫോൺ നമ്പറിൻ്റെയാണ് ഇവർ ഫോട്ടോ കോപ്പി എടുത്തതെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നീട് ആ വീടിൻ്റെ പേര്, അഡ്രസ്സ്, അച്ഛനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇവർ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം പോകുന്നതിന് മുമ്പ് ആ കുട്ടിയോട് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, അത് വളരെ മോശമായിപ്പോയി. നമ്മുടെ ആ യൂട്യൂബറാണ് പറഞ്ഞത്. അപ്പോൾ ആ യൂട്യൂബർ ഹസ്ബൻഡാണ് പറയുന്നത്, വൈഫല്ല പറയുന്നത്. അതേ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മോനെ നീ വിഷമിക്കണ്ട, ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ എന്തായാലും മോൻ്റെ മുഖമൊന്നും കാണിക്കത്തൊന്നുമല്ല. എന്തായാലും നിൻ്റെ അമ്മയെപ്പോലെ വൃത്തികെട്ട മനുഷ്യരല്ല ഞങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതെന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു വാക്കായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ എത്രയോ മോശപ്പെട്ടതാവട്ടെ, ഒരു സ്ത്രീ മോശപ്പെട്ടത് തന്നെയാണ്. ഒരാളുടെ ചാനലിൽ കയറി എന്നുള്ളതിലല്ല, ഇത്രയും വിസർജ്യമായ വാക്കുകൾ വെച്ചിട്ട് മറ്റുള്ളവരെ പറയുന്ന ഇവരെ ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് പറയുന്നത് ആ ഒരു കൊച്ചു കുഞ്ഞിനോടാണെന്നുള്ള ഒരു ഓർമ്മ വേണം. അതെനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ മറ്റോ ആവുന്നതേ ഉള്ളൂ. അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ അടുത്ത് ആ ഒരു കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന മാനസിക വേദന അത് വളരെ വലുതാണ്.
അത് വളരെ വലുതാണ്. അപ്പോൾ അത് ചെയ്തതിനോട് എനിക്കത്ര യോജിപ്പില്ല. പോരെങ്കിൽ ആ കുട്ടിയുടെ കൂടെ പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയെ പോലെ വൃത്തികെട്ട മനുഷ്യരല്ല ഞങ്ങൾ എന്നുള്ളതാണ്. ആ ഒരു വാചകം പറയേണ്ടിയിരുന്നില്ല. അതുമാത്രമല്ല അവരുടെ വീട്ടിൽ കയറിയിട്ട് എന്നിട്ട് ഇതിനെ ഒരു ന്യായീകരണം ഇവരുടെ ചാനലിൽ വന്നിട്ടൊരു വീഡിയോ ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഞങ്ങൾ ആ വീട്ടിൽ കയറി അതിക്രമിച്ച് ഒന്നും എടുത്തിട്ടില്ല. ആ കുട്ടിയുടെ അനുവാദത്തോടു കൂടി ആ കുട്ടി കൊണ്ടുതന്ന ഡോക്യുമെൻറ്റ്സ് ആ കുട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങളതിൻ്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചത് എന്നാണ് പറഞ്ഞത്. അത് മറ്റൊന്നുമില്ല, കുറച്ച് നമ്പറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി പ്രായപൂർത്തിയായ കുട്ടിയല്ല. ആ കുട്ടിക്ക് അറിയില്ല, നിയമവശങ്ങളെക്കുറിച്ചും ഒന്നും ആ കുട്ടിക്ക് അറിയില്ല. അവിടെ പരാതിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിയല്ല, കുട്ടിയുടെ അമ്മയായിരിക്കും. കാരണം മുതിർന്നവരാരും വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് കുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും രേഖ എടുത്തു എന്നും മറ്റും അവർ ആരോപിച്ചു കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് കുടുങ്ങില്ലേ? അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ മൊബൈൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ മൊബൈൽ ഫോണിൽ എടുത്ത ഡോക്യുമെൻറ്റ്സ് ഇവർക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണിക്കുമ്പോഴും ഇവർക്ക് വേണമെങ്കിൽ വാദിക്കാം അത് ഭീഷണിപ്പെടുത്തിയ ഭാഗങ്ങളൊന്നും ഇവർ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ വേണമെങ്കിലും ഇവർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അത് ഈ പറയുന്ന ഏത് യൂട്യൂബർമാരായാലും ആരായാലും ഒരു വീട്ടിനകത്തേക്ക് കയറി ചെന്നിട്ട് അവരെ വീട്ടിലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ മേടിച്ച് നോക്കുന്ന സമയത്തിന് ഇത്തരത്തിലുള്ള കുരുക്കുകളൊക്കെ വന്ന് കഴുത്തിൽ വീഴാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാനൊക്കില്ല. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ക്ലേശമായകരമായ രീതിയിൽ ഒരു ചാനലുകളിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ബാഡ് കമൻറ്റുകൾ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരു ഫ്രോഡ് തള്ളയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്തരത്തിലുള്ള ആളുകൾ എന്ത് വേണേലും പറയാനായിട്ട് ഒരു മടിയും ഉണ്ടാവില്ല. പിന്നീടെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ മിലിറ്ററിക്കാരൻ തന്നെ ആയിരിക്കും. അപ്പോൾ അയാൾ വന്നിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാലും അത് വളരെ അധികം ഇവർക്ക് ദോഷമായിരിക്കും ചെയ്യുന്നത്. ഇനി എത്ര ലക്ഷം വ്യൂവേഴ്സുള്ള ഒരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞാലും, എത്രമാത്രം ഫോളോവേഴ്സുള്ള യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു പട്ടാളക്കാരൻ വിളിച്ചിട്ട് ഞങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് എൻ്റെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി എൻ്റെ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു അത് അവർ വീഡിയോ എടുത്ത സമയത്തിന് എന്നെ ഭീഷണിപ്പെടുത്തിയതൊന്നും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ പെട്ടുപോകും കേട്ടോ. അതുകൊണ്ടെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും ഒരു യൂട്യൂബേഴ്സെന്നല്ല ഒരു മനുഷ്യരും കാണിക്കാതിരിക്കുക. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർ കാണിച്ച ആ ഒരു പ്രവൃത്തി എനിക്കും ഒട്ടും ഇഷ്ടമായില്ല. കാരണം ഇപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കൂ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ മോശം പ്രവൃത്തി കാണിച്ചാലും ഞാനില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മേടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിയുകയാണെങ്കിൽ അതെനിക്ക് ഫീൽ ചെയ്യും. അത് ഈ പറയുന്ന യൂട്യൂബേഴ്സിനായാലും അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന വൃത്തികെട്ട സ്ത്രീയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. നാളൊരു സമയം അവർ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലാതെ മറ്റൊന്നും വെച്ചിട്ടല്ല പറയുന്നത്. കാരണം അവരതിനും മടിക്കാത്തൊരു സ്ത്രീയാണെന്നുള്ളത് അവരുടെ കമൻറ്റ് ബോക്സിൽ പലർക്കും അവരിടുന്ന കമൻറ്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പോരെങ്കിൽ നിങ്ങൾ നേരെ അവരുടെ വീട്ടിൽ ചെന്നത് പോട്ടെ, നിങ്ങൾ അവരെ തേടി അവരുടെ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ജോലി ചെയ്യുന്ന പലചരക്ക് കടയിൽ ചെന്നപ്പോൾ തന്നെ അവരാകെ ഡള്ളായിപ്പോയി, അവരാകെ നാണം കെട്ട് നാശമായിപ്പോയി. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പോയതിൻ്റെ ആ ഒരു ദേഷ്യം അവർക്ക് നിങ്ങളോട് തീർച്ചയായും കാണും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കരുവാക്കാൻ അവർ മടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് കരുതുന്നത് നന്നായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീടിനകത്ത് കയറിയിട്ട് ആ കുട്ടിയോട് സംസാരിക്കുകയും കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡോക്യുമെൻറ്റ്സ് മേടിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ മാത്രമേ ഞാൻ തെറ്റായിട്ട് കണ്ടിട്ടുള്ളൂ. അത് അല്ലാതെ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ തള്ള ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ
ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരെ അവിടേക്ക് വിട്ടിരുന്നെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കാണിച്ച ആ ഒരു പ്രകടനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറ്റം പറയാനില്ല. അത് ശരിക്കും സ്വാഗതാർഹം തന്നെയാണ്. അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളെ കണ്ടപ്പോഴുണ്ടായ അവരുടെ ആ ഒരു ഭയവും ആ ഒരു അവരുടെ ആ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. നിങ്ങൾ അവരോട് ചോദിച്ച ചോദ്യവും അവരെ കൊണ്ട് നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് അരി മേടിച്ചതും അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരത് അർഹിക്കുന്നത് തന്നെയായിരുന്നു. കാരണം അവരുടെ ഫേസ് അപ്പോൾ അവരുടെ ആ മുഖത്ത് കണ്ട ആ ഒരു ഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. കാരണം അത്രയ്ക്ക് എല്ലാവരെയും ഇട്ട് വെള്ളം കുടിപ്പിച്ച ഒരു കക്ഷിയായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്ത ചില മണ്ടത്തരങ്ങൾ മാത്രമേ നമ്മൾ എതിർത്ത് പറയുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യമല്ല, മറ്റാരാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കണം. സ്വയം പണിയരുന്ന് മേടിക്കാനായിട്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി ഈ സ്ത്രീയുടെ ഉപദ്രവം ഉണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ഒരു പൊടിക്കും അടങ്ങുന്ന കക്ഷിയൊന്നും അല്ലെന്ന് തോന്നുന്നു. അവരിട്ടെന്ന് കാണിക്കുന്ന ഒരു കമൻ്റൊക്കെ ആയിട്ട് പലവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നീട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് എൻ്റെ ചാനലിൽ കൂടി വന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ കമൻറ്റ് ചെയ്തോളൂ എന്ന് മാത്രമല്ല, ചാനൽ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലാത്ത ഞാൻ സബ്ബെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കത് ദഹിക്കില്ല. ഞാൻ എളുപ്പത്തിനാണ് സബ്സ്ക്രൈബ് എന്ന് പറയാൻ മടിച്ചിട്ട് സബ്ബെന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ എന്നല്ല ഏതൊരു വീഡിയോ ആയാലും ഇഷ്ടമാവുന്ന വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.